Hello students, welcome back to Minis Tutorials. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇങ്ങനെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോ ആണ്. എന്താണ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോ ഈസ് ദ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസ്. Inflow means receipt and outflow means payment. Then cash and cash equivalents. Cash and cash equivalents means അല്ലെങ്കിൽ cash and cash equivalents include cash balance, bank balance, then marketable securities and then current investments. ഇനി എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്? ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്. ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ദ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഷോസ് ദ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസ് ഡ്യൂറിംഗ് ദ പീരീഡ്. ഇനി അക്കോർഡിംഗ് സ്റ്റാൻഡേർഡ് 3 റിക്വയേഴ്സ് ക്യാഷ് ഫ്ലോസ് ആർ ഷോഡ് അണ്ടർ ദ ഫോളോയിങ് 3 ഹെഡ്സ്. 3 ഹെഡ്സ് ആയിട്ടാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. വാട്ട് ആർ ദേ? ഫസ്റ്റ് വൺ ഈസ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് മീൻസ് ക്യാഷ് സെയിൽസ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്. അതുപോലെ തന്നെ ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? ക്യാഷ് പർച്ചേസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. Then what is investing activity? It includes the purchase and sale of fixed assets. Then next one is cash flow from financing activity. Financing activity means issue of shares or debentures or long term borrowings. Then അതേപോലെ തന്നെ outflow എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ redemption of shares etc. നമ്മൾക്ക് ഓരോ ഹെഡ്സും ഓരോ വീഡിയോസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ 4 സ്റ്റെപ്സ് ആണ് ഉള്ളത്. 4 സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ 2 രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിൽ ഡയറക്റ്റ് മെത്തേഡും ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡും ഉണ്ട്. ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡാണ്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കാൽക്കുലേഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സിന് സ്റ്റെപ്സുകളുണ്ട്. ആദ്യം നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് തന്നിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആഡ് പ്രൊവിഷൻ ഫോർ ടാക്സ്, ദെൻ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്, ദെൻ എമൗണ്ട് ട്രാൻസ്ഫേർഡ് ടു ജനറൽ റിസർവ്. ഇനി ഇന്ററിം ഡിവിഡൻഡോ ഫൈനൽ ഡിവിഡൻഡോ പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ. ഇത്രയും 4 ഫിഗേഴ്സ് ആണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിനോട് കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഫ്രം ദിസ് ഡിഡക്റ്റ് റീഫണ്ട് ഓഫ് ടാക്സ്. അത് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഇൻഡയറക്റ്റ് മെത്തേഡിലൂടെയാണ് പ്രോബ്ലം ചെയ്യുന്നത് എങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ആഫ്റ്റർ ടാക്സ് ആണ് നിങ്ങളുടെ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് കിട്ടും എന്ത്? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. എന്തൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? പ്രൊവിഷൻ ഫോർ ടാക്സ്, ദെൻ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്, ദെൻ എമൗണ്ട് ട്രാൻസ്ഫേർഡ് ടു ജനറൽ റിസർവ്, ഇന്ററിം ഡിവിഡൻഡ് ഓർ ഫൈനൽ ഡിവിഡൻഡ് പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ, then from this deduct refund of tax. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. then second step എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. then third one cash generated from operating activities. fourth step cash flow from operating activities. ഇത്രയും 4 സ്റ്റെപ്പാണ് ഇതിലുള്ളത്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. നമ്മൾക്കൊരു പ്രോബ്ലത്തിലോട്ട് പോകാം. ഇതാണ് പ്രോബ്ലം. കാൽക്കുലേറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേറ്റ്സ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് അസെറ്റ്സ് തന്നിട്ടുണ്ട്. കറണ്ട് അസെറ്റ്സ്
അത് 2 വർഷത്തെ ഇൻഫോർമേഷൻസ് ആണ് തന്നിട്ടുള്ളത്. പിന്നെ പ്രോഫിറ്റ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ 2021 amounted to rupees 65,000. After taking into consideration all these factors, that is a gain on sale of non-current investments, that means fixed assets. പിന്നെ അതേപോലെ തന്നെ loss on sale of fixed tangible assets. Tangible assets means fixed assets. Then goodwill written off. Then depreciation on fixed tangible assets. Provision for tax transferred to general reserve. ഈ പ്രോബ്ലത്തിൽ നമ്മൾക്ക് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് തന്നിട്ടില്ല. അപ്പം നമ്മൾക്ക് അത് കണ്ടുപിടിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. അതെങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? പ്രോഫിറ്റ് ബിഫോർ ടാക്സ് calculation of profit before tax. അതിൽ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ പ്രോഫിറ്റ് made during the year എത്രയാണ്? 65,000. ഇതിനോടുകൂടെ ആഡ് എന്താണ് ആഡ് ചെയ്യേണ്ടത്? പ്രൊവിഷൻ ഫോർ ടാക്സ്. What is the amount? 30,000. Then transferred to general reserve. Amount is 5,000. അപ്പോൾ നമുക്ക് കിട്ടും പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ഇനിയാണ് കാൽക്കുലേറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഹെഡിങ് എഴുതണം കാൽക്കുലേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. രണ്ട് കോളം. ആദ്യം എന്താണ് എഴുതേണ്ടത്? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. നമ്മൾ കണ്ടുപിടിച്ച ഫിഗർ ദാറ്റ് ഈസ് 1 lakh. ഇനി അതിൻ്റെ കൂടെ ആഡ് നോൺ ക്യാഷ് ഐറ്റം. or non operating expense. Non-operating expense. Add a non-cash item or non-operating expense. നമ്മുടെ പ്രോബ്ലത്തിൽ ഏതെല്ലാമാണ് നോൺ ക്യാഷ് ഐറ്റം എന്ന് പറയുന്നത്? ഗെയിൻ ഓൺ സെയിൽ, ദെൻ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, ഗുഡ്വിൽ റിട്ടേൺ ഓഫ്, ദെൻ ഡിപ്രീസിയേഷൻ. ഈ 4 ഐറ്റമാണ് നോൺ ക്യാഷ് ഐറ്റംസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൻസസ് എല്ലാതും ആഡ് ചെയ്യാം, ദെൻ ഇൻകം ലെസ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെയാണ് എക്സ്പെൻസസ്? ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ഒന്നാമത്തെ ലോസ് ഓൺ സെയിൽ,
loss on sale of fixed assets, that is 900. The next one is goodwill written off. Second one, goodwill written off, amount 3000. The next one is depreciation, what is the amount of depreciation? 2900. എത്ര കിട്ടും? 1,06,800. Then less gain on sale, sale of fixed assets, amount 2000. അപ്പോൾ നമുക്ക് 1,04,800. That is operating profit before working capital changes. അതിൻ്റെ നേരെ എഴുതണം operating profit before working capital changes. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, അത് നമ്മൾ കണ്ടുപിടിച്ചു. ആഫ്റ്റർ മേക്കിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫോർ പ്രൊവിഷൻ ഫോർ ടാക്സ് ആൻഡ് ദെൻ ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്. അതിനുശേഷം ആഡ് നോൺ ക്യാഷ് ഐറ്റംസ് ഓർ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. നോൺ ക്യാഷ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലോയോ അതുപോലെ തന്നെ ഔട്ട്ഫ്ലോയോ ക്യാഷ് ജനറേറ്റ് ചെയ്യാത്ത ഐറ്റംസ്, അതാണ് നോൺ ക്യാഷ് ഐറ്റം എന്ന് പറയുന്നത്. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. നമ്മൾക്ക് കറൻറ്റ് അസറ്റ്സിൻ്റെ ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. ഓരോ ഐറ്റം നമ്മൾ എടുത്ത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് നോക്കണം. ഫസ്റ്റ് പോയിന്റ് ട്രേഡ് റിസീവബിൾസ്. ഫസ്റ്റ് ഇയറിന് 42,000, സെക്കൻഡ് ഇയർ 46,000. ദാറ്റ് മീൻസ് ഇൻക്രീസ് ഇൻ ട്രേഡ് റിസീവബിൾസ്, ആ എമൗണ്ട് നമ്മൾ ലെസ് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ increase in trade receivables amount 4,000 within brackets. Then second one is prepaid expense. It is an asset 2,000. First year 2,000, second year 2,000. That is increase in current assets. Second one, increase in prepaid expense. Amount 700. Then next one, inventory 1,500, the 1,200. That is a decrease in inventory. Amount 700. And the next one is income received in advance. First year 800, second year 1,000. That is increase.
increase in income received. എത്ര എമൗണ്ട് ആണ്? 800 1000, that is 200. The next one is trade payables. There is no change. Outstanding rent 8,000 6,000, that is a decrease. Decrease in current liability, that is outstanding rent. That is 2,000. ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, ദാറ്റ് ഈസ് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ. മൂന്നാമത്തെ സ്റ്റേജ് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ്. Operations amount is 98,600. 98,600. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേജ് ഫ്രം ദിസ് ഡിഡക്റ്റ് ലെസ് ഇൻകം ടാക്സ് പെയ്ഡ്. ഇൻകം ടാക്സ് പെയ്ഡ് ആ ഫിഗർ നമ്മൾക്ക് തന്നിട്ടില്ല, അപ്പോൾ അത് ലെസ് ചെയ്യാം. ഉണ്ട് എങ്കിൽ ലെസ് ചെയ്യാം, തന്നിട്ടില്ല. നെക്സ്റ്റ് എന്താണ്? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. That is 98,600. ഇങ്ങനെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ ഫസ്റ്റ് ഹെഡ്, ദാറ്റ് ഈസ് കാൽക്കുലേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പാണ്. ഇൻഡയറക്റ്റ് മെത്തേഡ് ബാലൻസ് ഷീറ്റാണ് തരുന്നത് എങ്കിൽ അതിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നൊരു ഫിഗർ ഉണ്ടായിരിക്കും. അത് വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. കാൽക്കുലേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി അതുപോലെ തന്നെ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്തത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ടെഡ് ബികോം സ്റ്റുഡൻസിന് അതുപോലെ തന്നെ CA സ്റ്റുഡൻസിനും CMA സ്റ്റുഡൻസിനും ഒക്കെ ഈ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ. ഇനി 2 വീഡിയോസും കൂടി ഇതിനോട് കണക്റ്റഡ് ആയിട്ട് 2 വീഡിയോസും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.